വെൽക്കം ബാക്ക് ടു ഗൃഹപാഠം. ഗൃഹപാഠത്തിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഖ്യാശാസ്ത്രവും വാസ്തുവും എന്ന വിഷയമാണ്. അതിഥിയായിത്തിരിക്കുന്നത് പ്രശസ്ത വാസ്തുക്കം ന്യൂമറോളജിസ്റ്റ് ഡോക്ടർ ആർ വേലായുധൻ. സർ, നമ്മളൊരു വീടിനെ കുറിച്ച് വരാം, വാസ്തുവിലേക്ക് വരാം. സർ, അത് പറയുന്നതിന് മുമ്പ് വീണ്ടും ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ ആലുവയിൽ നിന്ന് ഇന്ദിരാദേവിയാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. മകന്റെ കാര്യം അറിയാനാണ്. മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 19/4/1979. മകന്റെ വിവാഹം ഒന്നും ശരിയാവണില്ല. ഈ നമ്പർ വെക്കുന്ന 19/4/1979. അപ്പോൾ ഊരാടം നക്ഷത്രം. വെള്ളിയാഴ്ചയാണോ? വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച അപ്പോ രാത്രിയാണോ? 6 മണിക്ക് ശേഷമാണോ? രാവിലെ 8:11 AM. ഓക്കെ ഓക്കെ ഓക്കെ. ഊരാടം നക്ഷത്രം. ഓക്കെ ഓക്കെ. ഇപ്പോ പ്രപ്പോസൽസ് വല്ലതും വന്നിട്ടുണ്ടോ? വരണുണ്ട് ധാരാളം, പക്ഷെ ഒക്കെ ഇങ്ങനെ ശരിയാവണില്ല. 2013 ഏപ്രിലിന് ശേഷമേ നടക്കത്തുള്ളൂ. മുൻജന്മ പാപം കിടക്കുന്നു കേട്ടോ. അപ്പൊ അത് വല്ല ജോത്സ്യനെ വല്ലതും കാണിച്ച ആ പാപത്തിന്റെ ഒരു പരിഹാരം. കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ എന്താ? ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പൊ 2 കാര്യം. ഒന്ന്, ഏപ്രിലിന് ശേഷമേ നടക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ജാതകം ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിലേ അച്ഛനോ അമ്മയോ എടുത്ത് കൊടുക്കണ്ട, വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കാൻ പറയുക. അവരെന്നെ പോയി നോക്കിയിട്ട് പൊരുത്തമുണ്ടോ നോക്കി വരട്ടെ കേട്ടോ. കൊടുക്കുമ്പോ തിങ്കളാഴ്ച വ്യാഴാഴ്ച കൊടുക്കാൻ നോക്കണം, വേറെ ഒരു ദിവസം കൊടുക്കണ്ട. അതെ അതെ. അമ്പലത്തിലൊക്കെ പോകാവുന്ന കക്ഷിയാണോ? ശരി, അമ്പലത്തിലൊക്കെ പോയിരിക്കാൻ പറയുക. ഏതാ? നടക്കും നടക്കും നടക്കും. 19/4. അയാള് എന്ത് ചെയ്യുന്നു? അയാള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. വർക്ക് ചെയ്യുന്നു CTS-ൽ. എവിടെ? കൊച്ചിയിൽ. ഞാൻ അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ കൂടുതൽ പറയുന്നില്ല. എന്തായിരുന്നാലും ഏപ്രിലിന് ശേഷം നടക്കും. അത് എന്തായിരുന്നാലും ഇപ്പോ എന്റെ നമ്പർ അതിൽ കൂടി പോകുന്നുണ്ടല്ലോ. ആ നമ്പറിൽ എപ്പോഴെങ്കിലും സൗകര്യമുള്ള സമയത്ത് വിളിക്കൂ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ലക്കി നമ്പർ 1 ആണ്. ലക്കി നമ്പർ 1 ആണ്. സൺഡേ, മൺഡേ, തേഴ്സ്ഡേ നല്ല ദിവസമാണ്. എല്ലാ ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കാം. കയ്യില് സ്റ്റോൺസ് ഉള്ള മോതിരങ്ങളൊന്നും ഇടരുന്ന് പറയണം. അങ്ങനെ ഒന്നും ഇടരുന്ന് പറഞ്ഞാൽ മതി. ആലുവയല്ലേ? അപ്പം എറണാകുളത്തപ്പനെ പോയി കാണാൻ പറയൂ കേട്ടോ. ശരി, ഓക്കെ. വിളിച്ചതിന് വളരെയധികം നന്ദി. ഇയാൾക്ക് ഒരു ലവ് അഫെയർ ഉണ്ട്. നീ പറഞ്ഞ അമ്മയെ വിഷമിപ്പിക്കുന്നതാണ്. നമ്മ കേൾക്കുന്നുണ്ടായിരിക്കും. പോട്ടെ, അടുത്തത്. അതാണ് സാർ നേരത്തെ പറയുന്നില്ല എന്ന് പറഞ്ഞു. സാർ, നമ്മൾ വാസ്തുവിലേക്ക് വരാം. ഇപ്പൊ നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ മറച്ചു വെക്കാറുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ആരും കാണാതിരിക്കാൻ വേണ്ടി അല്ലേ? കണ്ടുവിടാതിരിക്കാൻ. അതങ്ങനെ പറയാറുണ്ട്. അതായത് എല്ലാ ശാസ്ത്രത്തിലും പറയുന്ന ഒരു കാര്യമാണ്, ചിലരുടെ കണ്ണ്, ചിലരുടെ നാക്ക് ഭയങ്കര പവർഫുള്ളാണ്. പ്രത്യേകിച്ച് കണ്ണുകളിൽ ഈ വെള്ളിക്കണ്ണ് ചിലർക്കുണ്ട്, അറിയാമോ? ഭയങ്കര പവറുള്ള ഒരു വെള്ളിക്കണ്ണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അവരൊക്കെ ചിലത് പറഞ്ഞു കണ്ടല്ലോ, അതുപോലെ അങ്ങ് സംഭവിക്കും. ഒന്ന് നോക്കിക്കഴിഞ്ഞിരുന്നാൽ അത് വെള്ളിക്കണ്ണിന് നോക്കണമെന്നല്ല, മറ്റുള്ള ചില ആൾക്കാരുടെ കണ്ണ് ചില കാര്യങ്ങൾ പതിഞ്ഞു കഴിഞ്ഞിരുന്നാൽ, അതവർ ആഗ്രഹിച്ചു കഴിഞ്ഞിരുന്നാൽ, ഒന്ന് മോഹിച്ചു കഴിഞ്ഞിരുന്നാൽ, പിന്നെ അതിൻ്റെ ഉടമയ്ക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരു ആളുണ്ട്. ആ കുട്ടി അറിയാതെയാണ് പറയുന്നത്, അയ്യോ ഈ സാരി വളരെ നന്നായിരിക്കും എന്ന് പറയും. തീർച്ചയായിട്ടും അന്ന് വൈകിട്ട് എങ്ങനെയെങ്കിലും അത് കീറിയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് തീ പിടിച്ചിരിക്കും. അയാൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. അതുപോലെ ചില ആൾക്കാരുടെ കണ്ണ് വളരെ നന്നായിരിക്കുന്നു, ബ്യൂട്ടിഫുൾ ആയിരിക്കും, നല്ല വീടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചില ഡേറ്റ് ഓഫ് ബർത്തിൽ സാധാരണ വരുന്നത് 8-ാം തീയതി ജനിച്ചവർ, 17-ാം തീയതി, 26-ാം തീയതി ജനിച്ചവരുടെ ആണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെയും കണ്ണും നാക്കും ഒക്കെ കണക്ക് തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ഇതിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തനം ചിലപ്പോൾ നിന്നു പോകാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കേടുപാട് സംഭവിക്കാം. അതുകൊണ്ടാണ് ഇത് ഒന്ന് നോക്കി, ഇനി ഇപ്പോൾ ഒന്നും കണ്ടൊന്നും പറയണ്ട, പൂർത്തിയായതിനു ശേഷം
ഈ വീടിനെ കുറിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അത് മുഴുവനും ഒരു തുണി കൊണ്ടൊക്കെ മറയ്ക്കുകയും പിന്നെ അത് മറയ്ക്കാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും കണ്ടാലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ കുമ്പളങ്ങയൊക്കെ കെട്ടി ഇടാറുണ്ട്, അല്ലെങ്കിൽ കള്ളിമുള്ളൊക്കെ കെട്ടി ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഇത് പറയാറുണ്ട്, നമ്മളൊരു പ്ലാന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ ചെയ്യുക. കൂടുതൽ ആൾക്കാരെ ആ വീട് കൊണ്ടുവന്ന് അതിൻ്റെ പൂർത്തീകരണത്തിന് മുൻപായി ആരെയും കൊണ്ട് കാണിക്കാതിരിക്കുക. ഒരു വശത്ത് അയാളുടെ അഭിപ്രായങ്ങൾ പല അഭിപ്രായങ്ങൾ പറയും, ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും. മറ്റേത് ഇതുപോലെ എനിക്ക് കാശ് ഇങ്ങനെയുള്ള ചില ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ ചിലപ്പോൾ പിന്നെ നമുക്ക് ബ്ലോക്ക് ആയി. നമുക്ക് വീണ്ടും ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെന്നാ? കൊല്ലത്ത് നിന്നാണ്. ആരാണ്? പറയൂ സാർ. വീടിന്റെ അശോകം നിൽക്കുന്നതുകൊണ്ട് കുറ്റമല്ലോ? നേരെ കൊണ്ടുവച്ചതാണോ നേരത്തെ നിൽക്കുന്നതാണോ? അല്ല, നമ്മളെ വെച്ച് പിടിപ്പിച്ചതാ. വെച്ചാണോ? വെച്ച് പിടിപ്പിച്ചാണ്. എത്ര കാലമായിട്ട് വെച്ച് പിടിപ്പിച്ചു? ഇപ്പൊ അങ്ങേറ്റം പോയാലൊരു 2 കൊല്ലത്തിക്കുള്ളായില്ല. വളരെ ഒരു 1.5 മീറ്റർ പൊക്കെ ആയിട്ടുള്ളൂ. ഏത് വശത്താണ് നിൽക്കുന്നത്? അതായത് പിന്നെ വീടിന്റെ തെക്ക് വശത്ത് പൂജാമുറിക്ക് ഫ്രണ്ടിലാണ്. തെക്ക് വശത്ത്. അത് വളരുന്നുണ്ടല്ലോ അല്ലേ? വളരുന്നുണ്ടല്ലോ. വേപ്പ് നിപ്പുണ്ട്, അതുകൊണ്ട് വലിയ ദോഷം വന്നുണ്ട്. സാധാരണ വേപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ വേപ്പ് വളർന്ന് വലുതാകുമ്പോൾ അതിന്റെ വേര് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഇവിടെ കയറും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി എയർ ആണ് അവിടെ കിട്ടുന്നുണ്ടെങ്കിലും വേപ്പ് വലുതായി കഴിയുമ്പോൾ അതിന്റെ വേര് നമ്മുടെ ഫൗണ്ടേഷനിൽ തുളച്ച് കയറും. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ, അതായത് നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് 5 മീറ്റർ ദൂരെ 5 മീറ്റർ മാറുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഈ അശോക് നിൽക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷേ അതൊന്നും ഒരു പവിത്രമായി ഒന്ന് സൂക്ഷിക്കാൻ നോക്കണം കേട്ടോ. മലിന വസ്തുക്കളൊന്നും അതിൻ്റെ അടുത്തൊന്നും കൊണ്ടിടാതെ ശ്രദ്ധിക്കുക. രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ മൂത്രമൊക്കെ ഒഴിക്കാൻ വേണ്ടിയൊക്കെ പോകാറുണ്ട് 5 മീറ്ററൊക്കെ ഉള്ള സ്ഥലത്ത്. അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം, പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല സാർ. ഓക്കെ, എങ്കിൽ പിന്നെ കുഴപ്പമില്ല. ശരി. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. വീടിൻ്റെ മുൻവശത്തുണ്ടല്ലോ നല്ല പൂക്കളുള്ള ചെടികൾ, പ്രത്യേകിച്ച് ചുവപ്പ്, മഞ്ഞ, വലിയ കാശ് കൊടുത്തൊന്നും മേടിക്കണ്ട. ചെമ്പരത്തി പൂ തന്നെ എന്ത് വെറൈറ്റീസ് ഉണ്ട്. അത് മാത്രം നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുതി തുറന്ന് നോക്കുമ്പോൾ അന്നത്തെ ദിവസം വളരെ സുഖമായിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും, ഒരു മനസമാധാനം കാണും. ഓഫീസിൽ പോയിരുന്നാൽ പോലും അടി ഉണ്ടാവില്ല. ചിലപ്പോൾ ഭാര്യ അടുത്ത് പോലും അടി ഉണ്ടാകാതെ നമുക്ക് അന്ന് രക്ഷപ്പെടാം. എന്താണ്, പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ വളരെ സ്ഥലങ്ങൾ വളരെ കുറവാണ്. വെച്ച് പിടിപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പിടിപ്പിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു എനർജിയാണ് ഉണ്ടാകുന്നത്. മാനസികമായിട്ടും അല്ലാതെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകാറുണ്ട്. എസ്പെഷ്യലി റെഡിന് യെല്ലോയ്ക്കും നല്ല ഒരു റെഡ് തന്നെ പല വെറൈറ്റീസുള്ള റെഡുണ്ട്. ഈ അടുക്ക് ചെമ്പരത്തി എന്നൊക്കെ പറയുന്നതൊക്കെ നല്ല ചെമ്പരത്തി ഉണ്ട്, അതുപോലെ മഞ്ഞ ചെമ്പരത്തിയൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാ കളേഴ്സും ഉണ്ട്. അതൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാന്നുള്ളൂ. എല്ലാം കാട്ടു ചെടികളാണ്, പക്ഷെ അതൊക്കെ നമുക്ക് വയ്ക്കാമെങ്കിൽ നല്ലൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ നല്ല നല്ല പൂക്കൾ നമ്മുടെ വയ്ക്കുക. പക്ഷെ നമുക്ക് സ്ഥലങ്ങളില്ല, ഇല്ലെന്നുണ്ടെങ്കിലും ചെടിച്ചട്ടിയിലെങ്കിലും വയ്ക്കാൻ നോക്കുക. സാർ, നമുക്കിപ്പോൾ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്ക് പൂജാമുറി വെക്കാൻ വേണ്ടി സൗകര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കണ്ടുവരാറുള്ളത്, എൻ്റെ അടുത്ത് ഒരു 3000, 4000, 2000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളൊക്കെ കൊണ്ടുവരും, പ്ലാൻ വരയ്ക്കും. എല്ലാ ബെഡ്റൂംസൊക്കെ വലുതായിരിക്കും, കിച്ചൺ വലുതായിരിക്കും. ഇത്രയും കോടി രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്ന ഒരു വ്യക്തി ഒരു 50-60 സ്ക്വയർ ഫീറ്റ് പൂജാമുറിക്ക് വേണ്ടി വരയ്ക്കാറുമില്ല. അത് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ എവിടെയെങ്കിലും നമുക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ റെഡിമെയ്ഡ് പൂജ കിട്ടുമല്ലോ, അത് വയ്ക്കാമെന്ന് കരുതുന്ന ആൾക്കാരാണ്. വാസ്തവത്തിൽ നമ്മൾ പൂജാമുറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിരുന്നാൽ കുറച്ച് പടങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം എന്നല്ല പറയുന്നത്. ഒരാൾക്ക് കമന്ന് വീഴുന്ന് പ്രാർത്ഥിക്കുവാനുള്ള സ്പേസിലുള്ള ഒരു പൂജാമുറി. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് വന്ന് ഒരു മെഡിറ്റേഷൻ ഒരു 15 മിനിറ്റ് വെറുതെ ഇരിക്കുവാനുള്ള ഒരു സ്ഥലമാണ് ഈ പൂജാമുറി എന്ന് പറയുന്നത്. പക്ഷേ ഇതാരും കണക്കിലെടുക്കാറില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം സാർ നമുക്കൊരു പൂജാമുറി എവിടെ വയ്ക്കാം, അപ്പോഴാണ് നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കുന്നത്. ചിലപ്പോൾ ആ സ്ഥലങ്ങളൊന്നും യോജിച്ചു എന്ന് വരത്തില്ല. എന്തായിരുന്നാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എല്ലാ ദിവസവും വൈകിട്ട് വീടിൻ്റെ ഉമ്മറത്ത് കിഴക്കോട്ട് നോക്കി ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കുക. പടിഞ്ഞാറൂടെ തിരിയിട്ടുന്നതിനും കുഴപ്പമില്ല. കിഴക്കോട്ട് നോക്കി ഒരു വിളക്ക് തിരി കത്തിച്ചു വയ്ക്കുക. 2 തിരിയിടാം, 5 തിരിയിടാം, 7 തിരിയിടാം, നല്ലെണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം, എന്തുകൊണ്ട് ചെയ്യാം.
കിഴക്കോട്ട് നോക്കി ഒരു വിളക്ക് ഇങ്ങനെ ഉമ്മറത്ത് കത്തിച്ച് വയ്ക്കുക. അതൊരു 1 മണിക്കൂറെങ്കിലും വയ്ക്കണം എന്നുള്ളത് സന്ധ്യ. എന്നതിന് ശേഷം ആ വിളക്ക് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക. ഇത്രയെങ്കിലും ചെയ്യുക. അല്ലാതെ വെറുതെ ഒരു വിളക്ക് വെക്കുമ്പോൾ നമ്മൾ പൊക്കത്തിലായിട്ട് വെക്കണോ അതോ തട്ടത്തിൽ താഴെ വെച്ചാൽ? അല്ല, എർത്തിൽ ഒരു തട്ടം വെച്ചിട്ട് ഒരു ബേസ് ഉണ്ടാകണം. അതിൽ തന്നെ ആയിരിക്കണം വിളക്ക് വെക്കേണ്ടത്. ഒരു സ്റ്റൂൾ അങ്ങനെയൊന്നുമില്ല. ഭൂമി തൊട്ടിരിക്കണം എന്നാണ് വിളക്ക്. അതൊരു അഗ്നി നമുക്ക് അവിടെ ഒരു സാക്ഷിയായിട്ടും ജ്യോതിഷപരമായി അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ഇപ്പോൾ ചോദിക്കും ക്രിസ്ത്യൻസ് എന്ത് ചെയ്യും ചോദിക്കും. ക്രിസ്ത്യൻസ് സാധാരണഗതിയിൽ യേശുവിൻ്റെ പടമൊക്കെ വെച്ച് ബൾബൊക്കെ കത്തിച്ച് വയ്ക്കാറുണ്ടെങ്കിലും അവർക്കും ഇതുപോലെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ച് വയ്ക്കാം. അവർക്കും പ്രെയർ ഹാൾ ആർക്കായിരുന്നാലും ഒരു പ്രെയർ ഹാൾ ഇത്രയും വലിയ കാശൊക്കെ മുടക്കി ഒരുപാട് ബെഡ്റൂമൊക്കെ ഞാൻ പറഞ്ഞു എത്രയോ സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞ ശേഷം വീട് വയ്ക്കുന്നവരിൽ താമസം വളരെ കുറവായിരിക്കുന്നു കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്. ഇതിനൊക്കെ നമ്മൾ ചിലവാക്കും. നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടുവാൻ വേണ്ടി ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തുക, അത് വരയ്ക്കാൻ പറയുക. അതിനുശേഷം ബാക്കിയുള്ള മുറികൾ ആയിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ സാർ, നമുക്ക് പല സ്ഥലങ്ങളിലും കാണുന്നതാണ് നല്ല വരവുണ്ടായിരിക്കും, കാശ് നന്നായിട്ട് വരും. പക്ഷേ ചിലവെന്ന് പറഞ്ഞാൽ ആ വരുന്നതിനേക്കാളിലും കൂടുതലായിരിക്കും, വരവിൽ കവിഞ്ഞ ചിലവായിരിക്കും. ഇപ്പോൾ പൊതുവെ ഉള്ള ഒരു ചോദ്യമാണ്. പണ്ട് കാശ് വരുന്നില്ല എന്നായിരുന്നു, കല്യാണം കഴിയുന്നില്ല, എപ്പോൾ കല്യാണം നടക്കുമെന്നുള്ളായിരുന്നു, അല്ലെങ്കിൽ എപ്പോൾ വീട് വയ്ക്കും, എപ്പോൾ ട്രാൻസ്ഫർ കിട്ടുന്നുള്ളൊക്കെ ചോദ്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കാറുള്ള ഒരു ചോദ്യമാണ് കാശ് ധാരാളം വരുന്നുണ്ട് സാർ, അത് തങ്ങി നിൽക്കുന്നില്ല, എങ്ങനെ പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കാശ് വരുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ചിലവാക്കുന്നത്. അപ്പോൾ കാശ് വരുന്നുണ്ട്, അപ്പോൾ കാശ് വരാനുള്ള ഭാഗ്യം ആ വീടിനുണ്ട് അല്ലേ? പക്ഷേ ആ കാശ് ആ വീടിനകത്തുള്ള ആരെങ്കിലും ഒരാളെങ്കിലും അത് ചേർത്ത് വയ്ക്കുവാനുള്ള ഒരു സ്വഭാവം അവിടെ ഉണ്ടായിരിക്കണം. അത് രക്ഷകർത്താവ് അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും ആരെങ്കിലും ഒരാൾ ചേർത്ത് വയ്ക്കണം. അങ്ങനെ ചേർത്ത് വയ്ക്കാനുള്ള ഒരു മനസ്സ് അവിടെ ഉണ്ടാകാത്തതിൻ്റെ കാരണം വാസ്തുപരമായി സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂലയിലുള്ള ചില കുഴപ്പങ്ങളാണ്. ഈ ലീക്കേജ് ഓഫ് വെൽത്ത്, നമ്മുടെ ഇന്ന് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോവുക, വാങ്ങിച്ച വസ്തു വിറ്റുപോവുക, ദാനമായിട്ട് എഴുതി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അക്വയർ ചെയ്യുക, കാശ് കൊണ്ടുവന്ന് വച്ചിരുന്നാൽ അതിന് നാളെ ഒരു ചിലവ് വരിക. ഇതെല്ലാം നമ്മുടെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്തിരുന്നാൽ ആ പൈസ അവിടെ നിൽക്കും. മറ്റങ്ങനെയല്ല, ആ പൈസ വരുമ്പോൾ തന്നെ അതിനൊരു ചിലവും കൂടെ ചേർന്നായിരിക്കും അതിന് വരിക. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കും, പക്ഷേ കാശ് ധാരാളം വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർ ആ വീടിനെ ഒന്ന് കൃത്യമായി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ സാർ, ഇപ്പോൾ വാസ്തുവും സംഖ്യാശാസ്ത്രവും എന്ന് പറഞ്ഞാൽ അതിന് ഒരിക്കലും നമ്മളെ ചോദ്യങ്ങൾ ചോദിച്ചു തീരുകയില്ല, സാറ് പറഞ്ഞു കഴിയില്ല. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഗൃഹപാഠത്തിൻ്റെ സമയം പൂർണ്ണമായി. ഇനി മറ്റൊരവസരത്തിലാകാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. ഇന്നത്തെ ഗൃഹപാഠം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വിഷയവും അതിഥിയുമായി എത്താം. നന്ദി, നമസ്കാരം.